പടുകുഴിയാണ്. നമ്മൾ അർജന്റീന പക്ഷേ ലയണൽ മെസ്സി ഒരു ഷോട്ട് പോലും പോസ്റ്റിലേക്ക് ഉതിർക്കാത്ത ഒരു കളി ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും എനിക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മത്സരം ലയണൽ മെസ്സിയുടെ കരിയറിൽ ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒരു ഷോട്ട് പോലും അദ്ദേഹത്തിന് പോസ്റ്റിലേക്ക് ഉതിർക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും നമ്മൾ മെസ്സിനെ കുറ്റം പറയല്ല കേട്ടോ, മെസ്സിയുടെ ഒരു റേഞ്ച് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അത്രയും റേഞ്ചുള്ള താരത്തെ സ്പെയിൻ അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പെയിൻ അത്രയും പണി എടുത്തിട്ടുണ്ട്. ആ പണി അവർ കൃത്യമായി ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. മെസ്സിയിലേക്കുള്ള സപ്ലൈയും മെസ്സിയിൽ നിന്നുള്ള സപ്ലൈയും സ്പെയിൻ കൃത്യമായി അത് നിർവീര്യമാക്കി എന്നുള്ളതാണ്. ലയണൽ മെസ്സിയെ തടയാൻ പറ്റില്ല, പൂട്ടാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പല കുറി ഇവിടെ നിന്ന് പറഞ്ഞു. പക്ഷെ അത് പറ്റുമെന്നുള്ളത് സ്പെയിനിൽ തെളിയിക്കുകയാണ്. ശരി, അതാണ് അപ്പോൾ നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ആട്ടാപ്പാട്ടലം അർജന്റീന നിരാശപ്പെടുത്തിയ ഒരു ദിനം കടന്നു പോവുകയാണ്. സ്പെയിൻ 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 അത് മാത്രമല്ലാതെ മറ്റൊന്നും നമുക്ക് കേൾക്കാനില്ല, കേൾക്കുകയുമില്ല. കാരണം അങ്ങനെയാണ് അർജന്റീനയുടെ കളി ഇന്ന് ആരാധകർ കണ്ടത്. ഇതിലൊന്നും നിരാശപ്പെടേണ്ടതില്ല. കാരണം നിരാശപ്പെടണമെങ്കിൽ എവിടെയെങ്കിലും ഒരു കളി പുറത്തെടുക്കണമല്ലോ. അതുപോലും ഇല്ലാത്തത് കൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. കാരണം ഇന്നീ ദിവസം അർജന്റീനയുടെ ഫുട്ബോൾ ചരിത്രത്തിലെ കറുത്ത ഏടുകളിലൊന്നായി അവശേഷിക്കും. പക്ഷേ അർജന്റീനയാണ് എന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ദശലക്ഷക്കണക്കിന് ആരാധകർ ഇപ്പുറത്ത് കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് കാത്തിരിക്കൂ. മറഡോണയുടെ കാലം കഴിഞ്ഞില്ലേ, മെസ്സിയുടെ കാലം വന്നില്ലേ, പുതിയ കാലം വരും, ആരെങ്കിലും ഉണ്ടാകും. പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയൊരു ചോദ്യം ബാക്കി മെസ്സി പടിയിറങ്ങുമോ എന്നുള്ളതാണ്. അതുകൂടി സംഭവിച്ചാൽ ഫുട്ബോളിന്റെ ഒരു പാതി ജീവൻ ഇന്ന് നിലയ്ക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്ര നിരാശ നൽകുന്ന ഒരു വാർത്തയായിരിക്കും. ഇപ്പം സ്പെയിൻ ആരാധകരാണെങ്കിലും ബ്രസീൽ, ഇപ്പം ഞാൻ അർജന്റീന ജയിക്കണമെന്ന് ആഗ്രഹിച്ച ആളല്ല, പക്ഷേ ലയണൽ മെസ്സി കരയുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം അങ്ങനെ കരഞ്ഞിറങ്ങി പോകേണ്ട ഒരാളല്ല അദ്ദേഹം. അപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ അദ്ദേഹം കിരീടം ചൂടിയിട്ടും ഇക്കുറി അദ്ദേഹത്തിന് കിരീടം ചൂടാൻ കഴിയാതെ പോയപ്പോൾ അത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നിരാശ അദ്ദേഹത്തിന് മത്സരത്തിലുണ്ടായെന്നുള്ളതാണ്. ശരി, നിഷ്പ്രഭം അർജന്റീന സ്പെയിനിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്.